ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാഘവനും പിള്ളയും രോഹിത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാഘവൻ പറയണേ, എന്തായാലും കാർത്തികയുമായുള്ള വിഷ്ണുവിൻ്റെ കല്യാണം അതിലെന്തോ നിഗൂഢതയുണ്ട്. വിഷ്ണു അത് പറയുന്നത് കള്ളമാണ്, ശാലിനിയെ മാത്രമാണ് അവൻ്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ഗേറ്റ് കിടന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് രാഘവൻ്റെ മുന്നിലോട്ട് ഗോപാലൻ കയറി വരുന്നത് കേട്ടോ. ഗോപാലയും ശാരദാമ്മയും പിള്ളയും കുറുപ്പൊക്കെ കയറി വരുന്നത് കാണുമ്പോൾ അതാ അവരുടെ കടന്നു വരവ്. ഇനിയിപ്പോൾ ഗോപാലൻ എടുത്തു ചാടി എന്തെങ്കിലും ഇവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് ആപത്താണല്ലോ എന്നിങ്ങനെ പറയാനേട്ടാ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ആ വാക്കുകൾ കേൾക്കുന്ന പിള്ള പറയുന്നത് ശരിയാണ് എന്ന് പറയണേ. അപ്പോഴേക്കും ഗോപാലൻ മുന്നോട്ട് കടന്നു വരികയാണ്. ഇതേ സമയം മുകളിൽ നിന്ന് ശാലിനി ഇത് കാണുകയാണ്. ഈശ്വര, എന്തിനാണ് ഈ അച്ഛൻ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്, എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ശാലിനി മേലെ നിന്ന് താഴോട്ട് ഓടി വരികയാണ് കേട്ടോ. ഈ സമയം ഗോപാലൻ ഇങ്ങനെ എന്നോട് ചോദിക്കുകയാണ്, രാഘവൻ എന്താ ഗോപാല പതിവില്ലാതെ ഈ വഴിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ, എന്നാൽ എന്നോട് പറഞ്ഞോളൂ എന്ന് രാഘവൻ പറഞ്ഞോളൂ തന്നെ. നിങ്ങളുടെ ഭാര്യ പറയുന്ന വാക്കിന് അപ്പുറം നിങ്ങളൊരു നീങ്ങില്ലല്ലോ, എന്തിനു പറയുന്നത്, നിങ്ങളുടെ ഭാര്യ ഒന്ന് എണിക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ അതിലൊരു സത്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഗോപാലിൻ്റെ വാക്കുകൾക്ക് സമ്മതം മൂളുന്നത് പോലെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ശാലിനി ഓടി വരുന്നത്. എന്തിനാണ് അച്ഛാ, എന്തിനാണ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ കാര്യമുണ്ടായിട്ടാണ് വന്നത്. എന്തിന് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു വേറെ ഒരു വിവാഹം കഴിക്കുന്നു എന്ന സത്യം ഞങ്ങൾ അറിഞ്ഞു, അതിൻ്റെ സത്യാവസ്ഥയെ അറിയാനാണ്. എന്തിനാ അമ്മയെ വേണ്ടാത്ത നിൽക്കുന്നത്, നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും കുറുപ്പും ഈ പറയുന്ന കുറുപ്പ് സാറും ഈ പറയുന്ന മറ്റുള്ളവരൊക്കെ പറയുകയാണ്, മോളെ നിൻ്റെ അച്ഛൻ ചോദ്യം ചെയ്തോട്ടെ, അതിലൊരു തെറ്റില്ല. നിയമപരമായി ഒരു വിവാഹം നിൽക്കെ വേറൊരു വിവാഹം കഴിക്കാൻ സത്യാമ്മക്ക് ആരാണ് അധികാരം കൊടുത്തതെന്നുള്ളത് മറ്റുള്ളവർക്കൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടല്ലോ. അതിൻ്റെ ഉത്തരവാദിത്തം നിൻ്റെ അച്ഛനായ ഇവർക്കുണ്ട്. അപ്പോഴേക്കും രാഘവൻ പറയണേ, ഇനി നാളെ എൻ്റെ മുന്നിൽ വിരലിച്ചോട്ട് ഞങ്ങൾക്കൊരു അച്ഛനുണ്ടായിട്ടും ഞങ്ങൾക്ക് ഈ സ്ഥിതി വന്നില്ലേ എന്ന് ആ ഒരു ചൂണ്ടൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ശാലിനി മൗനമാവാണ്. അപ്പോഴേക്കും സത്യാമ്മയെ വിളിക്കുക എന്നിങ്ങനെ രാഘവനോട് അവിടെ ഗോപാലൻ പറയാണ്. അങ്ങനെ സത്യാമ്മ ശബ്ദം കേട്ട് പുറത്തോട്ട് വരികയാണ്. അപ്പോഴേക്കും വിഷ്ണു ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു ഓടി വന്ന് സ്റ്റെക്കായി നിൽക്കുകയാണ്. അപ്പോഴേക്കും കാർത്തികയെ എത്തി. അങ്ങനെ സത്യാമ്മ, എന്താ ഗോപാല പഴയതുപോലെ എൻ്റെ വീട്ടുമുറ്റത്ത് കിടന്ന് കുരക്കുന്നേ എന്ന് പറയാൻ കേട്ടോ. കാര്യമുണ്ടായിട്ടാണ് സത്യാമ്മ, നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും ശരി വീട്ടുമുറ്റത്ത് നിന്ന് കുരക്കണ്ട എന്ന് പറയുമ്പോൾ രാഘവൻ പറയണം, ഒരാൾ വീട്ടിൽ വന്നാൽ എന്താ അവരുടെ പ്രശ്നം എന്ന് കേൾക്കേണ്ട മര്യാദ നിനക്കില്ലേ. അപ്പോഴേക്കും ആ നീതിന്യായം നടപ്പാക്കുന്ന ആ കോടതി പോലെയുള്ള ആ കസേരയിലൊക്കെ സത്യാമ്മ ഇരുന്നിരിക്കുന്നു കേട്ടോ. അങ്ങനെ സത്യാമ്മ പറയണത്, എന്താണ് കാര്യം, നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത്, കാര്യം വ്യക്തമാക്കൂ എന്നിങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ പറയണം, എനിക്ക് എൻ്റെ മകളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാനാണ്. നിങ്ങളുടെ മകളുടെ കാര്യത്തിന് നിങ്ങൾ തീരുമാനം ഉണ്ടാക്കിക്കോ, എന്തിനാ ഈ വീട്ടിലോട്ട് വന്നിരിക്കുന്നതെന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ, ഈ വീട്ടിലെ മകനാണല്ലോ എൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്, അങ്ങനെ ഇരിക്കുന്ന അവന് വേറൊരു വിവാഹമുണ്ടെന്ന് പറഞ്ഞ് കേട്ടതിൽ എന്താ സത്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എൻ്റെ മകനെ വിവാഹം കഴിപ്പിക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് പാടില്ലല്ലോ, നിയമപരമായി ഒരു നിയമമുണ്ട്, നീതി കോടതിയൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കോടതിയൊക്കെ നടക്കുന്നുണ്ട്, അത് നടക്കില്ല, നിങ്ങൾക്കെതിരെ ആവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതെ നിങ്ങളുടെ മകളെ ഈ വീട്ടിലോട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല, വല്ലവർക്കും ഉണ്ടായ കുട്ടിയെ ഞങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളോട് പറ, ആ വീട്ടിലിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള ആ ഒരു സത്യം തുറന്ന് പറ എന്ന് പറയുമ്പോൾ അവിടെ ശാലിനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനുണ്ട്. അങ്ങനെ ശാലിനി പറയണേ, ഇതിനൊക്കെ കാരണക്കാരി നിൽക്കുന്ന സത്യാമ്മയല്ലല്ലോ, ഇവിടെ എൻ്റെ വിഷ്ണുവേട്ടനാണല്ലോ ഇവിടെ കാർത്തികയെ സ്വീകരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് സർവ്വ അധികാരങ്ങളും ഏറ്റെടുത്ത് തന്നെ ശാലിനി വിഷ്ണുവിൻ്റെ അരികിലോട്ട് ഓടിച്ചില്ലാണ്. എന്നിട്ട് വിഷ്ണുവിൻ്റെ കൈകൾ പിടിച്ചിട്ട്, വിഷ്ണുവേട്ടൻ മര്യാദക്ക് പറ, വിഷ്ണുവേട്ടനോട് പറയാനാണ് പറഞ്ഞത്, എന്തിനാണ് ഈ വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്, കാർത്തികയെ വിവാഹം കഴിച്ചിട്ടില്ലെന്നും കാർത്തിക ആരാണെന്നുള്ള സത്യം ഇവർക്ക് മുന്നിൽ വെളിപ്പെടുത്തി എന്നിങ്ങനെ പല തവണകളായി വിഷ്ണുവേട്ട പാറ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോഴും വിഷ്ണു നിന്നോടൊന്ന് ഇളകില്ല. വിഷ്ണു അതിനെ ഒരു മറുപടി പറയുന്നില്ല. അപ്പോഴേക്കും സത്യാമ്മ തൻ്റെ ചെയറിൽ നിന്ന് എണീറ്റിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞാൽ മതിയോടി ഇതിന് ഉത്തരം എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ശല്യൊന്ന് ഞെട്ടിപ്പോണേ. എന്നിട്ട് ആ കൈകളങ്ങ് പിടിച്ചു വലിച്ചിട്ട് മര്യാദക്ക് പുറത്തിടങ്ങി, അതിനു മുന്നേ നിന്നോട് ഞാൻ ചോദിച്ച ഉത്തരത്തിന് മറുപടി പറ, നിങ്ങൾ ആരും ഇല്ലേ ഇവിടെ, ആ സത്യയുടെ അച്ഛനാര്, അതിനുള്ള ഉത്തരം പറയാൻ നിങ്ങൾക്ക് ആർക്കും ഇല്ലേ, ഇപ്പം എന്താ ഞാൻ ചോദിച്ചതിന് ഉത്തരം മുട്ടിപ്പോയോ, വാ അടഞ്ഞു പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോപാലൻ പറയണേ, എനിക്ക് മറുപടി പറയാനുണ്ട് എന്ന് പറയണേട്ടോ. ഈ സമയം ശാലിനി വിഷ്ണുവിൻ്റെ കൈകളങ്ങ് വിടുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഗോപാലൻ ഇത് പറയാതിരിക്കുമ്പോഴേക്കും ശാരദാമ്മ, മതി നിർത്തി, വേണ്ട ഗോപാലേട്ടാ, അത് വേണ്ട, കൈവിട്ട് കളിയാണ് എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോപാലനാണെങ്കിൽ പറയാൻ നാവിൻ്റെ തുമ്പത്തെത്തിയിരിക്കുന്ന ഈ സമയത്ത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം പറയേണ്ടത് എല്ലാവരുടെയും അത്യാവശ്യമാണ്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ പ്രശ്നങ്ങൾ ഇനി വഷളാവുകയാണ്, അതുകൊണ്ട് തന്നെ മകളുടെ ജീവിതം സേഫാക്കാൻ ഗോപാലൻ പറയാതിരിക്കുമ്പോഴേക്കും ശാലിനി ആകെ കണ്ണും തുറിച്ച് നോക്കി നിൽക്കുന്നത് വിഷ്ണുവിൻ്റെ കണ്ണിൽ പെടുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണു ശാലിനിയുടെ കൈകളങ്ങ് പിടിക്കണം. ശാലിനി, നീ പറ, എന്താണ് സത്യം, ആ സത്യം എനിക്കും അറിയേണ്ട ആവശ്യമുണ്ട്, സത്യയുടെ അച്ഛനാരാ, അത് നീ പറ എന്ന് സത്യയെക്കുറിച്ചുള്ള
സത്യങ്ങൾ നീ വെളിപ്പെടുത്തി എന്നിങ്ങനെ ശാലിനിയോട് പറയുമ്പോഴേക്കും വിഷ്ണു ഇങ്ങനെ നിർബന്ധിക്കുമ്പോഴേക്കും സത്യഭാമ ശാലിനിയുടെ കൈകൾ അങ്ങ് പിടിച്ച് വലിച്ചിട്ട് നീ ഇങ്ങോട്ട് വാടി പിള്ളേ ഇവളുടെ പെട്ടി അങ്ങ് എടുത്ത് കൊണ്ടുവന്നേ, അത് വേണ്ട കാർത്തിക പോയി എടുത്തു വന്നേ എന്ന് പറയണേട്ടാ. അങ്ങനെ ആ പെട്ടി എടുത്തുകൊണ്ട് കാർത്തിക വരികയാണ്. കാർത്തിക ഒട്ടും പിറകിലല്ല. അങ്ങനെ സത്യഭാമ ആ പെട്ടിയും ഈ ശാലിനിയെയും കൂടി ഗോപാലിൻ്റെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതാ നിങ്ങളുടെ മകളെ, നിങ്ങളുടെ മകൾക്ക് നിങ്ങൾക്ക് ഉത്തരമില്ലാത്ത സ്ഥിതിക്ക് ഈ സത്യഭാമക്കും നീതി ന്യായമൊക്കെ നടപ്പാക്കുന്ന ഒരു കോടതിയുണ്ട്, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അത് കേൾക്കുന്ന രോഹിത് പറയണ സത്യമ എന്തിനെങ്ങനെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, നീ മിണ്ടാതിരിക്കടാ, നീ ചെയ്തു വെച്ച ഒരു പ്രശ്നത്തിൻ്റെ അവസാനമാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്, അവസാനമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവർ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തള്ളണിട്ട് ശാലിനി. അങ്ങനെ ശാലിനി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം ശാലിനിക്ക് ശബ്ദിക്കാനാവുന്നില്ല. അങ്ങനെ മതി, ഇനി എന്ത് കാണാനായിട്ട് നീ നിൽക്കുന്നത്, നീ പോ എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ ഭാര്യയ്ക്കൊന്ന് പറഞ്ഞെങ്കിൽ, ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞെങ്കിൽ എന്ന ഭാവത്തിൽ വിഷ്ണു നിൽക്കുകയാണ്. ഈ സമയം വിഷ്ണുവിനൊന്നും പറയാനില്ലാത്ത സ്ഥിതിക്ക് ശാലിനിക്കൊന്നും പറയാനില്ല. അപ്പോഴേക്കും ശാലിനി പോകാൻ ഇറങ്ങുമ്പോൾ പപ്പി ഓടി വന്നാണ് വരികയാണേ. എൻ്റെ ചേച്ചിയമ്മ പോവല്ലേ വിഷ്ണു വെച്ചാൽ ഈ ചേച്ചിയമ്മയോട് പോവല്ലേ എന്ന് പറയുമെന്ന് പറഞ്ഞ് ചേച്ചിയമ്മയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ശാലിനിയുടെ ഒരമ്മയുണ്ടല്ലോ, ആ ഒരു സ്നേഹം പുറത്തോട്ട് വരികയാണ്. ശാലിനി എൻ്റെ മകളെ എന്നെ വിളിക്കുന്നത് കാണുമ്പോൾ നെഞ്ച് തുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്ത് പറഞ്ഞ് ആര് പറഞ്ഞിട്ടും കൂട്ടി പോകുന്നില്ല. അപ്പോഴേക്കും കാർത്തിക ഓടി വന്നിട്ട് പപ്പി മര്യാദക്ക് ഇങ്ങോട്ട് അകത്തോട്ട് കയറിയെന്ന് പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ച് വലിക്കുമ്പോൾ എൻ്റെ ചേച്ചിയമ്മ ഇങ്ങോട്ടേക്ക് വന്നാലാണ് ഞാൻ വരുള്ളൂ, ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് വേറെടുത്ത് കൊണ്ടുപോവാണ് കേട്ടോ. ഈ സമയം സത്യം അത്രയായോ, എൻ്റെ കൊച്ചുമകൾ എന്നേക്കാൾ അധികാരമോ എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിയെ വേറെടുത്ത് കൊണ്ടുപോകുമ്പോൾ ശാലിനി ആകെ പതറിപ്പോവാണ്. ഇതേ സമയം ഇവിടെ ശാലിനി പറയേണ്ട ആളൊന്നും പറയാത്ത സ്ഥിതിക്ക് അമ്മേ നമുക്ക് മറുപടി പറയാനില്ല, നമുക്ക് പോവാമെന്ന് പറയട്ടോ. അങ്ങനെ അവിടെ നിന്നും അങ്ങ് ഇറങ്ങുന്ന സമയത്ത് അതങ്ങ് പറഞ്ഞ് അങ്ങ് ഇറങ്ങുന്ന സമയത്ത് വിഷ്ണുവിനെ എങ്ങനെ ശാലിനി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു മരവിച്ച അവസ്ഥ പോലെ ശാലിനി ഇറങ്ങുമ്പോൾ വിഷ്ണു അവിടെ ഇരിക്കുന്ന ചെയർ ഒരൊറ്റ എല്ലാവർക്കും മുന്നിൽ അങ്ങ് എറിഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകണം കേട്ടോ. ഇതൊന്നും സത്യഭാമ ഒരു വകയും കൊടുക്കില്ല, ഒരു കൂസും കൊടുക്കാതെ സത്യഭാമ പപ്പിയെ പിടിച്ച് വലിച്ച് അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ശാലിനി ഇറങ്ങി പോകുന്നു കേട്ടോ. പിന്നീട് വിഷ്ണു മുകളിലോട്ട് ഓടി ചെല്ലുകയാണ്. അങ്ങനെ പൂജാമുറിയിലോട്ടാണ് പിന്നീട് വിഷ്ണു ചെല്ലുന്നത്. കാരണം തൻ്റെ നെഞ്ച് പൊട്ടുന്ന വേദനയാണ്. ശാലിനി തൻ്റെ കൈകൾ പിടിച്ചു വലിച്ചപ്പോൾ വിഷ്ണുട്ടാ സത്യം പറ, കാർത്തികയെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന സത്യം വെളിപ്പെടുത്തി എന്നിങ്ങനെ പറയുമ്പോഴും താൻ പറയാതെ ഇരുന്നതിനെക്കുറിച്ച് വിഷ്ണുവിന് ഭ്രാന്ത് പിടിക്കണം. ആ ഭ്രാന്ത് പിടിക്കുമ്പോൾ എൻ്റെ ശാലിനി തൊട്ടില്ലേ കൈ തൊട്ടപ്പോൾ എൻ്റെ അമ്മയല്ലേ എന്നിൽ നിന്ന് അടർത്തി മാറ്റിയത്, അതുകൊണ്ട് തന്നെ ഈ കൈ പാവം ചെയ്ത കൈയാണെന്നുള്ള ആ ഒരു രീതിയിൽ അവിടെ ഇരിക്കുന്ന കർപ്പൂരം ഉണ്ട് കേട്ടോ. അത് വിഷ്ണുവിൻ്റെ കൈകളിൽ അങ്ങ് വെക്കുകയാണ്. പിന്നീട് ദൈവമേ ഞാൻ എൻ്റെ ശാലിനിയോട് ഒരു പാപം ചെയ്തില്ല, അതുകൊണ്ട് എൻ്റെ കൈ കത്തി നശിക്കട്ടെ എന്ന് പറഞ്ഞ് കർപ്പൂരം കയ്യിൽ കത്തിച്ചത് വിഷ്ണു ദൈവത്തിന് മുന്നിൽ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് പോലെ നെഞ്ച് കരഞ്ഞും കൊണ്ട് വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പപ്പി ഓടി വരികയാണ് കേട്ടോ തൻ്റെ വിഷ്ണുവച്ചൻ്റെ അടുത്തോട്ട്. വിഷ്ണുവച്ചൻ്റെ അരികിലെത്തുന്ന പപ്പി കാണുന്നത് കർപ്പൂരം കയ്യിൽ കത്തിപ്പിടിക്കുന്നതായിരിക്കും. അത് കാണുന്ന പപ്പിക്ക് സങ്കടം വരികയാണ്. സത്യമേ ഓടിവാ, വിഷ്ണുവച്ചൻ ഈ കാട്ടുന്നത് കണ്ടോ, സത്യമേ ഓടിവാ, വിഷ്ണുവച്ചൻ എന്താ ഈ കാട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ സത്യമ ഓടി വരികയാണ് കേട്ടോ. സത്യമ ഓടി വന്ന ഉടൻ തന്നെ വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ കത്തുന്നത് കാണുമ്പോൾ സത്യാമ്മയുടെ അമ്മ മനസ്സുണ്ടല്ലോ അത് വേദനിക്കുകയാണ്. അങ്ങനെ സത്യാമ്മ എന്താടാ നീ കാണിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇനി വന്നിരിക്കുന്നത്. എന്തായാലും ഗോപാലൻ പോകുന്ന പോക്കിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ നീതി ന്യായമൊക്കെ നടപ്പാക്കുന്ന കോടതി, അതുകൊണ്ട് ഇത് വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇനി കോടതിയിലോട്ട് കാര്യങ്ങൾ കൈമാറുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.